ഹലോ. ബാലിയിലെ തുക്കാദ് സെപ്പുങ് വാട്ടർഫാൾസിൽ അടിപൊളി കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇനി പോകുന്നത് ബാലിയിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രമായ ബസാക്കി ദ ഗ്രേറ്റ് ടെമ്പിളിലേക്കാണ് കേട്ടോ. വെൽക്കം ടു പ്ലാൻ ആൻഡ് ട്രാവൽ. നമുക്ക് ശരിക്കും ഒരു മണ്ടത്തരം പറ്റിയിട്ടുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർത്ഥഗംഗയിൽ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പോകേണ്ടിരുന്നത് ബസാക്കി ഗ്രേറ്റ് ടെമ്പിൾ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അവിടെ നിന്ന് അധികം ദൂരം ഉണ്ടായിരുന്നില്ല ഈ ഒരു ബസാക്കി ഗ്രേറ്റ് ടെമ്പിളിലേക്ക്. പക്ഷെ നമ്മൾ അവിടെ നിന്ന് ഒത്തിരി ദൂരത്തുള്ള തുക്കാദ് വാട്ടർഫാൾസിലേക്കാണ് വന്നത്. ഇനി നമ്മൾക്ക് റിട്ടേൺ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ റിട്ടേൺ ഏകദേശം 20 കിലോമീറ്ററോളം പോയാലാണ് നമുക്ക് ഈ ഒരു ബസാക്കി ഗ്രേറ്റ് ടെമ്പിളിലേക്ക് എത്താൻ കഴിയുക. തീർത്ഥഗംഗയിൽ നിന്ന് തുക്കാദ് വാട്ടർഫാൾസിലേക്ക് വന്ന വഴിയിലൂടെ അല്ല കേട്ടോ നമ്മൾ തിരിച്ചു പോകുന്നത്. നമുക്ക് വേറൊരു ഷോർട്ട് കട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ വഴിയിലൂടെയാണ് തിരിച്ചു പോകുന്നത്. ഇവിടെ ഇപ്പോൾ സമയം ഏകദേശം 4 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് നല്ല വിശപ്പുണ്ട്. ഉച്ചത്തെ ഫുഡ് നമ്മൾ കഴിച്ചിട്ടില്ല. നമ്മൾ ഏകദേശം ഒരു 12 മണി ആയ സമയത്താണ് നമ്മൾ വാട്ടർഫാൾസിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ അവിടെ അത്യാവശ്യം നേരം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നല്ല വിശപ്പുണ്ട്. പക്ഷെ നമുക്ക് പറ്റിയ റെസ്റ്റോറൻറ്റുകളൊന്നും കാണുന്നില്ല കേട്ടോ. ബസാക്കി ദ ഗ്രേറ്റ് ടെമ്പിളിലേക്ക് ഇവിടെ നിന്നും 45 മിനിറ്റോളം സമയം എടുക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സ്കൂട്ടറുമ്പോൾ പോകുമ്പോൾ തന്നെ പറ്റിയൊരു റെസ്റ്റോറൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ കയറണം ആദ്യം. അതിന് ശേഷം വിശപ്പൊക്കെ മാറ്റിയതിന് ശേഷം നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നുള്ളൂ. അങ്ങനെ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയൊരു സ്ഥലം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു ഫ്രൈഡ് ചിക്കൻ്റെ ഒരു ഷോപ്പാണ്. നമ്മുടെ നാട്ടിലൊക്കെ KFC ചിക്കൻ എന്ന് പറഞ്ഞ പോലെ ഇവിടെ ACK ചിക്കൻ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പാണ് കേട്ടോ നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇവിടുത്തെ അത് നോക്കിയിട്ട് ഏകദേശം നമ്മുടെ അവിടെ കിട്ടുന്ന ഫ്രൈഡ് ചിക്കൻ്റെ പോലത്തൊക്കെ തന്നെയാണ് മെനുവിലൊക്കെ കാണാനുള്ളത്. ഈ ഒരു സംഭവമാണ് നമ്മൾ ഓർഡർ ചെയ്തത്. പാക്കറ്റ് സാംജോ ബി എന്ന് പറഞ്ഞ ഐറ്റമാണ് നമ്മൾ ഓർഡർ ചെയ്തത് കേട്ടോ. ഏകദേശം 22,000 ഇന്തോനേഷ്യൻ റുപ്യാണ്. നാട്ടിൽ ഏകദേശം ഒരു 118 രൂപയോളം. ഇവിടെ ഒരാളെ കണ്ടോ, നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഇവിടെ പുറത്ത് വന്ന് നിൽക്കുന്ന ഒരു കക്ഷിയാണ് കേട്ടോ. ആൾ അത്ര വലിയ ഫ്രണ്ടില്ലെന്നല്ല ഞാൻ തോന്നുന്നു. പക്ഷേ വലിയ അലമ്പും ഇല്ല. ആൾ നോട്ടത്തിലൊക്കെ എന്തോ ഒരു വശപ്പശൊക്കെ ഉണ്ട് അല്ലേ. നമ്മളങ്ങനെ ഓർഡർ ചെയ്ത ഫുഡൊക്കെ വന്നിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു ചിക്കൻ്റെ പീസാണ് ഉള്ളത്. ഇതാണ് സംഭവം. 22,000 ഇന്തോനേഷ്യൻ റുപ്യാണ് നമ്മളിതിന് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതേ ഒരു കവർ ചെയ്ത് വെച്ചിരിക്കുന്നത് ശരിക്കും നമ്മൾ ബർഗറാന്ന് വിചാരിക്കും. പക്ഷേ ഇത് ബർഗറല്ല, ഇത് റൈസ് നല്ല രീതിയിൽ പൊതിഞ്ഞ് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. സ്റ്റിക്കി റൈസാണ് നമുക്കിതിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ളത്. പിന്നെ കുറച്ച് സലാഡ് ഉണ്ട്. പിന്നെ നമ്മൾ ഡ്രിങ്ക്സ് ആയിട്ട് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അത് കോളയാണെന്നാണ്. പക്ഷേ കോളയല്ല, ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഇതേ ഒരു സംഭവം കണ്ട, അത് അടിപൊളി മിളകാണ് അതിൻ്റെ മുകളിലുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ്റെ മുകളിൽ സോസാണ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊരു ചമ്മന്തി പോലത്താണ്. ഭയങ്കര എരിയാണ് കേട്ടോ. നമ്മുടെ ജോളോ ചിപ്സൊക്കെ കഴിച്ച പോലെ ഭയങ്കര എരിവായിട്ടുള്ളൊരു ചമ്മന്തി ആയിരുന്നു ആ ചിക്കൻ്റെ മുകളിലുണ്ടായിരുന്നത്. ലേശം കഴിച്ചപ്പോൾ തന്നെ ഭയങ്കര എരിവായിരുന്നു. ഞാനിപ്പോൾ അതെല്ലാം മാറ്റി വെച്ചാണ് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ദ ഗ്രേറ്റ് ടെമ്പിളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ്. ഈ ഒരു ഗ്രേറ്റ് ടെമ്പിൾ സീ ലെവലിൽ നിന്ന് 1000 മീറ്റർ ഉയരത്തിലുള്ള ഒരു സ്ഥലത്താണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു ബസാക്കി ഗ്രേറ്റ് ടെമ്പിളിന് 2000-ലധികം വർഷങ്ങൾ പഴക്കമുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 1284 ആദ്യത്തെ ജാവനീസ് നേതാക്കൾ ബാലിയിൽ സ്ഥിര താമസം ആക്കിയപ്പോൾ മുതലും ഈ ഒരു അമ്പലത്തിൽ ആരാധന ഉണ്ടായിരുന്നെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ഈ ഒരു സ്ഥലം മിസ്സായപ്പോൾ തിരിച്ചു പോകാമെന്നുള്ളൊരു തീരുമാനത്തിലെത്തിയത്. കാരണം അത്ര അധികം കാഴ്ചകളാണ് അവിടെ ഉള്ളത്. ബാലിയിലെ പ്രധാന അഗ്നിപർവ്വതമായ അംഗോങ് പർവ്വതത്തിൻ്റെ ചെരുവിലാണ് കേട്ടോ ഈ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അംഗോങ് പർവ്വതത്തിൻ്റെ ദൂരെ നിന്നിട്ടുള്ള ദൃശ്യങ്ങൾ നമ്മൾ മുമ്പത്തെ എപ്പിസോഡിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരൊന്ന് പോയി കണ്ട് നോക്കിട്ടോ. 23 ചെറിയ ക്ഷേത്രങ്ങൾ ചേർന്ന വലിയൊരു സമുച്ചയമാണ് കേട്ടോ ഈ ഒരു ബസാക്കി ഗ്രേറ്റ് ടെമ്പിള്. ഉച്ച സമയത്തൊക്കെ നല്ല വെയിലുണ്ടായിരുന്നതാണ്. പക്ഷെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന അത്യാവശ്യം ഹൈറ്റുള്ള ഒരു ഏരിയയിലേക്കായി തന്നെ ചെറുതായിട്ട് വെതറൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. അതുമാത്രമല്ല, ബാലിയിലെ മദർ ക്ഷേത്രം എന്നും ഈ ഒരു ക്ഷേത്രത്തിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. പ്രധാനമായും ബ്രഹ്മാവ്, ശിവൻ, വിഷ്ണു തുടങ്ങിയ ഹിന്ദു മൂർത്തികളാണ് അമ്പലത്തിൽ ആരാധിച്ചു വരുന്നത്. അങ്ങനെ നമ്മൾ ഏകദേശം അവിടെ എത്താറായിട്ടുണ്ടായി. ഇനിയിപ്പോൾ ഇവിടെ നിന്നൊരു 100-300 മീറ്ററും കൂടെ ഉള്ളൂ അമ്പലത്തിൻ്റെ അവിടേക്ക്. നമ്മൾ അമ്പലത്തിൻ്റെ ഗേറ്റിൻ്റെ അവിടെ എത്തി. അപ്പോൾ പാർക്കിങ്ങിനായിട്ട് അവിടെ ഒരു ബിൽഡിങ്ങിന് താഴെ പാർക്കിംഗ് ഏരിയ ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ സ്കൂട്ടർ പാർക്ക് ചെയ്തപ്പോൾ
5000 ഇന്തോനേഷ്യൻ റുപ്യാണ് കേട്ടോ ചാർജ് വന്നിട്ട്. നാട്ടിൽ ഏകദേശം 27 രൂപയോളം വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു ബസാക്കി ഗ്രേറ്റ് ടെമ്പിളിലേക്ക് പോകാൻ ഫീസ് ഉണ്ട് കേട്ടോ. 2 ലക്ഷം ഇന്തോനേഷ്യൻ റുപ്യാണ് ചാർജ് വരിക. നാട്ടിൽ ഏകദേശം 1100 രൂപയോളം വരും. അപ്പോൾ ഇതാണ് കേട്ടോ ബസാക്കി അമ്പലത്തിൻ്റെ ഗേറ്റ് വരുന്നത്. ഇതിൻ്റെ സൈഡിലായിട്ട് തന്നെയാണ് ടിക്കറ്റ് കൗണ്ടർ ഉള്ളത്. അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുക്കാം. ഇപ്പം നമ്മുടെ കൂടെയുള്ള വിഷ്ണുദേ ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മളിവിടെ എത്തിയപ്പോൾ ഏകദേശം 5:30 ആയിട്ടുണ്ടായിരുന്നു. ചെറിയൊരു പ്രശ്നമുണ്ട്. ഇവിടെ 5 മണി വരെയാണ് എൻട്രൻസ് ഉള്ളത്. നമുക്ക് ടിക്കറ്റ് കിട്ടുമോ എന്നറിയില്ല. ഹലോ, വിചാരിച്ച പോലെ തന്നെ നമുക്ക് ടിക്കറ്റ് കിട്ടിയില്ല കേട്ടോ. ഈ ഒരു അമ്പലം 24 മണിക്കൂർ ഓപ്പൺ ആണ്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിസിറ്റിങ്ങിന് വരുന്ന ആൾക്കാർക്ക് 8 മണി മുതൽ 5 മണി വരെ മാത്രമാണ് പ്രവേശനമുള്ളൂ. പക്ഷേ ഇവിടുത്തെ നാട്ടുകാർക്ക് 24 മണിക്കൂറും ഈ അമ്പലത്തിൽ ആരാധിക്കാൻ വരാൻ പറ്റൂട്ടോ. ഇതിപ്പോൾ നമ്മുടെ മിസ്റ്റേക്കാണ്. നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ടപ്പോൾ അതിൽ വരുന്ന ഒരു മിസ്റ്റേക്കാണ് ഈ ഒരു അടിപൊളി കാഴ്ച മിസ്സാവാൻ കാരണം. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ നാളെ വന്ന് കാണാമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. നമ്മൾ ഓരോ ദിവസത്തെയും ചാർട്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ചെറിയൊരു അശ്രദ്ധ കാരണം നമുക്കൊരു വലിയ കാഴ്ചകൾ നഷ്ടപ്പെടുകയാണ് കേട്ടോ ഇവിടെ. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് പ്ലാൻ ചെയ്ത് വരുന്ന ആൾക്കാർ A to Z കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കിയിട്ട് വേണം വരാൻ. അല്ലെങ്കിൽ ഇതുപോലത്തെ ചെറിയ ചെറിയ പണികൾ വരാൻ സാധ്യതയുണ്ട്. നമ്മളങ്ങനെ ഒരു കോഫി കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ചെറിയൊരു കടയിൽ കയറിക്കുകയാണ് കേട്ടോ. ഈ ഒരു ബസാക്കി ക്ഷേത്രത്തിൻ്റെ താഴത്തെ ഭാഗത്താണ് ഈ ഒരു കടയുള്ളത്. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് 2 കോഫി ഓർഡർ ചെയ്തു. കോഫി ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ ഇവർക്ക് ഇംഗ്ലീഷൊന്നും കാര്യമായിട്ട് അറിയില്ല എന്നല്ല, ഇവർക്ക് ഇംഗ്ലീഷൊന്നും തീരെ അറിയില്ല. അപ്പോൾ കോഫി എന്ന് പറഞ്ഞപ്പോൾ ആന്ന് പറഞ്ഞു അവർ. അപ്പോൾ അങ്ങനെ നമ്മൾ 2 കോഫി തരാൻ പറഞ്ഞു. അപ്പോൾ ഒരു ചേച്ചി പോയിട്ട് കോഫി ഉണ്ടാക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ ലോക്കൽസൊക്കെ വന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ. ഫിഷ് ഉണ്ട്, മീറ്റ് ഉണ്ട്, റൈസ് ഉണ്ട്, അങ്ങനെ കുറേ ഫുഡ് ഐറ്റംസുകളൊക്കെ ഇവിടെ കണ്ടു. നമുക്കങ്ങനെ കോഫി വന്നിട്ടുണ്ട് കേട്ടോ. കോഫി കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പേടിച്ചു പോയി. വേറെ എന്തൊക്കെയോ ഒരു സാധനമാണ് വന്നിട്ടുള്ളത്. എന്തായാലും കുടിച്ച് നോക്കാം. വിഷ്ണുവിനോട് കുടിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആദ്യം ഒരു കോഫിയുടെ യാതൊരു ഫ്ലേവറോ ഒന്നുമില്ല, വേറെ എന്തോ ഒരു ഐറ്റമാണ്. തീരെ കഴിക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തിട്ട് അതവിടെ വെച്ചിട്ട് പോന്നു. അങ്ങനെ നമുക്ക് അടുത്തൊരു സ്ഥലത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ അടുത്ത ബാലിയിലെ കാഴ്ചകളായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് പ്ലാൻ ആൻഡ് ട്രാവൽ.